ഓക്കെ. ആളുകൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ തിങ്ക് ചെയ്യുന്നത്? അവർക്ക് ഈ വിഷയത്തിൽ അറിവില്ലാത്തത് തന്നെയാണ്. ഇപ്പം വിവാഹ ആലോചന പലരും നോക്കുന്നുണ്ട്. പക്ഷേ ഈ നടക്കുന്നില്ല എന്ന് പരാതികൾ പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ ഇവര് തന്നെ ഇപ്പൊ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാലും ഈ സെയിം മറുപടി തന്നെ അല്ലായിരിക്കും. അമ്മ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അമ്മ എന്ത് പറയും? ഞാൻ ഒത്തിരി അടുത്ത് പേയ്മെന്റ് അടച്ചിട്ടുണ്ട്. എൻ്റെ മോൻ്റെ വിവാഹം നടക്കുന്നില്ല. അവരെല്ലാവരും പറ്റിക്കുന്നു. ഇതായിരിക്കുമല്ലേ പറയുന്നത്? തീർച്ചയായിട്ടും എന്ത് റിയാലിറ്റിയിൽ ഇതിന്റെ ഉത്തരവാദി ആരാണ്? ഈ വിവാഹാലോചന നോക്കുന്നവർ തന്നെയാണ്. നോക്കുന്നവരാണ്. അത് അവരുടെ മക്കളാകാം, മാതാപിതാക്കളാവാം, ഈ പറയുന്ന കണക്ക് അവരുടെ സഹോദരങ്ങളോ ബന്ധുക്കളോ ഒക്കെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ഓക്കെ 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 ഓക്കെ. എന്നുള്ളതാണ് സത്യം. ശരിക്കും വിവാഹാലോചന എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഏത് സമയത്ത് ചെയ്യണം, എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണം ഒരു എന്നുള്ളതിനെ കുറിച്ച് പ്ലാനിങ് ഇല്ല. പ്ലാനിങ് ഇല്ല. യെസ് യെസ്. ജസ്റ്റ് ഒരു ഇപ്പൊ പറയണ ബന്ധുക്കൾ പറഞ്ഞു, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് തോന്നുന്നു അവന് പ്രായം ഇത്രയായി, വിദ്യാഭ്യാസം കഴിഞ്ഞു, ഒരു ജോലിയൊക്കെ ആകുമ്പോ അവന് കല്യാണ പ്രായം എന്നങ്ങ് ചിന്തിക്കുന്നു. ശരി, നോക്കി തുടങ്ങും. അപ്പൊ പലരും വിവാഹപ്രായം ആയി എന്ന് തോന്നുന്ന അനുസരിച്ചിട്ട് അവരങ്ങ് നോക്കി തുടങ്ങുകയാണ്. പക്ഷെ അപ്പോഴൊന്നും ഇവര് കാര്യമായിട്ട് നോക്കുന്നില്ല. പക്ഷെ നോക്കുന്നവരുടെ വിവാഹം ഒരു പ്ലാനിങ്ങോട് കൂടി നോക്കുന്നവരുടെ വിവാഹം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതായത് പ്ലാനിങ്ങോട് കൂടി നടക്കുന്ന ആളുകൾ എന്ന് പറയുമ്പം അവർക്ക് കൃത്യമായിട്ടുള്ള വരുമാന സ്രോതസ്. ഇപ്പോൾ വിവാഹത്തെ സംബന്ധിച്ച് ഒരു ആൺകുട്ടീനെ സംബന്ധിച്ചാണെങ്കിൽ അവന് പഠനം, കൃത്യമായിട്ടുള്ള ജോലി, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കാനുള്ള മറ്റു സ്രോതസ്സുകൾ, അത് ബിസിനസ് ആകാൻ മറ്റെന്തും ആയിരിക്കാം. ആ ഒരു സാഹചര്യത്തിൽ അവൻ അത്രയും കാര്യങ്ങൾ കൃത്യമായി കൊണ്ടുപോകുന്നതിന് ശേഷം ഇനി തൻ്റെ ജീവിതത്തിലേക്ക് ഒരു പങ്കാളി കൂടി വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടു പോകാൻ. ഇത് പറയുമ്പം ആളുകൾ വിചാരിക്കും ഇപ്പം എല്ലാവരും സ്വന്തം കാലിൽ നിൽക്കുന്നവരല്ലേന്ന്. പെൺകുട്ടികളെ സംബന്ധിച്ച് അങ്ങനെയല്ലല്ലോ. അവർക്ക് ഒരു സമയത്ത് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാതെ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് തന്നെയുണ്ട്. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കുട്ടികളുണ്ടായി അതിനെ പരിചരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഉറപ്പായിട്ടും ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ പറ്റത്തുള്ളൂ. ആ സമയങ്ങളിൽ അവരുടെ കാര്യങ്ങൾ കൃത്യമായി പരിപാലിച്ച് കൊണ്ടുപോകാൻ, ആ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാൾ ആ ഒരു ലെവലിലേക്ക് ആൺകുട്ടികൾ എന്തുകൊണ്ടും മാറേണ്ടതായിട്ടില്ലേ? അല്ലെ? അങ്ങനെ മാറിക്കൊണ്ട് ആ വിവാഹത്തിലേക്ക് വരാം. അതാണ് കൃത്യമായിട്ടുള്ള പ്ലാനിങ് എന്ന് പറയുന്നത്. ജോലി ഇപ്പം ഉള്ളവരാകാം, ഇല്ലാത്തവരാകാം, പണ്ട് മുതലേ കണ്ടുവരുന്ന ശീലിച്ചു വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് ജോലി ഉള്ള ഒരു പെൺകുട്ടിയാണെങ്കിലും ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു കാലയളവില്, പ്രഗ്നൻസി പോലുള്ള കാലയളവിൽ ഉറപ്പായിട്ടും ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പുരുഷന്മാര്, അതായത് വിവാഹം കഴിക്കുന്ന ആൾക്കാർ കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട്. അതെ അതെ അതെ. പ്രത്യേകിച്ചും ഫിനാൻഷ്യലി ആ ഒരു കാര്യത്തിൽ സ്റ്റേബിൾ അല്ലെങ്കിൽ, കൃത്യമായിട്ടുള്ള പ്ലാൻഡ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും ലൈഫ് വളരെയധികം ബുദ്ധിമുട്ടുള്ള. ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല. ഇതും സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്തു പോകാൻ അവർക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അവിടെ മാറിക്കിട്ടും. ആ പ്ലാനിങ് രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പ്രശ്നം മാറി. ഇപ്പൊ ഈ കേസിൽ തന്നെ ഈ 36 വയസ്സായിട്ടുള്ള ഒരു പയ്യൻ ഇനി വിവാഹം കഴിക്കുമ്പോൾ ഈ പറയുന്ന പെൺകുട്ടി അവരുടെ സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞാൽ 36 വയസ്സുള്ള പയ്യൻ വിവാഹം കഴിക്കുമ്പം എന്തായാലും ഒരു 34 അല്ലെങ്കിൽ 33, 34 വയസ്സുള്ള പെൺകുട്ടി, പ്രായമുള്ള പെൺകുട്ടിയായിരിക്കും. ആ പെൺകുട്ടിക്ക് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ അല്ലേ, ഉൾപ്പെടെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇയാൾ ഫുള്ളായിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് പറ്റുന്ന ലെവലിൽ ഇയാൾ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്നാമത്തെ ഒരു ചെക്ക്. തീർച്ചയായിട്ടും ഈ പെൺകുട്ടികളുടെ ആരോഗ്യമുള്ള ഓരോ പ്രായങ്ങളുണ്ടല്ലോ. ഈ 30 വയസ്സ് എന്തായിരുന്നാലും ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾ ഒരു ഏജ് ഡിഫറൻസ് നോക്കുമ്പോൾ അവരാലോചന നോക്കുമ്പോൾ മാക്സിമം ഇപ്പം നോക്കുന്നതാണ് 5 വയസ്സ്. ഇപ്പം 6 വയസ്സെന്ന് വെച്ചാൽ അപ്പം 30 വയസ്സ്, മിനിമം 30 വയസ്സോ അല്ലെങ്കിൽ 29 മുകളിലുള്ള ആലോചന ഈ ആൺകുട്ടീനെ സംബന്ധിച്ചിട്ട് നോക്കാൻ സാധിക്കുകയുള്ളു. അവിടെയും സാധിക്കത്തില്ല. 29 വയസ്സിന് മുകളിലുള്ള ആലോചനയിൽ ഈ ആൺകുട്ടിക്ക് നോക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴും അവിടെ ആ പെൺകുട്ടിയുടെ ആരോഗ്യാവസ്ഥ ഒന്ന് ചിന്തിച്ചു. നമുക്ക് പറയാം ആരോഗ്യമുള്ളവരും കാണും, ഇല്ലാത്തവരും കാണും. എന്നിരുന്നാലും ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ പൊതുവെ അത് അത്ര ഹെൽത്തിയർ അല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. നമ്മുടെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നോക്കുമ്പോൾ അത്ര സേഫ് എന്ന് പറയാൻ പുരുഷന്മാരെ പോലെ അത്രയും കായികമായിട്ടുള്ള ബലവും കാര്യങ്ങളും ഒന്നും സ്ത്രീകൾക്ക് വേണമെന്നില്ല, ഉണ്ടാവണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ പഠിക്കാൻ പോകുന്ന കുട്ടികളാകട്ടെ ദിവസവും അവർ യാത്ര ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുന്ന പെൺകുട്ടികളാണെന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ കാണും. പുരുഷന്മാർ ഓടിപ്പോയി ജോലിക്ക് പോയി വരുന്ന പോലെ ആയിരിക്കില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെ കാര്യങ്ങൾ എല്ലാം, പിന്നെ കല്യാണം കഴിഞ്ഞ് അവിടെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ശീലങ്ങളും പെട്ടെന്ന് മാറുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഉത്തരവാദിത്തങ്ങൾ അവിടെ കൂടുകയാണ്. അപ്പം മെന്റലി ഫിസിക്കലി എല്ലാം അവർക്ക് എന്ത് അറിയുന്നല്ലോ, അത്രത്തോളം സ്ട്രെങ്ത് കൂടണം, സ്ട്രോങ് ആയിരിക്കണം അവര്. അതൊക്കെ ശരിക്കും താങ്ങാൻ പറ്റുന്നത് ഈ പറയുന്ന പോലെ ഒരു 29 വയസ്സിനൊക്കെ അല്ലെങ്കിൽ 30 വയസ്സിന് മുമ്പ് തന്നെ വിവാഹം കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആകാനും കാര്യങ്ങൾ നടക്കാനും ഉള്ള സാധ്യത. ഇപ്പൊ ഈ പറയുന്ന ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത ഒരാളെയാണ് ഈ പറയുന്ന 36 വയസ്സുള്ള ഈ പയ്യൻ വിവാഹം കഴിക്കാൻ പോകുന്നത്. അവിടെയും
കൂടുതൽ ശരിക്കും പറഞ്ഞാൽ പരസ്പരം കമ്മ്യൂണിക്കേഷൻ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ് അല്ലേ? അത് മാത്രമല്ല, സത്യം പറഞ്ഞ ഈ പുരുഷന്മാരെ നോർമലി പറയുന്നതാണ് കേട്ടോ, പുരുഷന്മാരെ സംബന്ധിച്ച് അവരുടെ നല്ല പ്രായത്തെ വിദ്യാഭ്യാസം, ജോലി, പിന്നെ ഒരു സാമ്പത്തിക ഭദ്രത, ഇതൊക്കെ ആയി കഴിഞ്ഞാൽ നല്ലതാ. കാരണം അവർ വിവാഹം കഴിച്ചു വരുമ്പോൾ ഈ പെൺകുട്ടികളിലേക്ക് വരുന്നല്ലോ. ഈ പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളായി എന്ന് പറയുന്നില്ലേ, അപ്പൊ ആ പെൺകുട്ടികളുടെയും പുരുഷന്മാരെ ആൺകുട്ടികളുടെയും നല്ല പ്രായത്തിൽ അവർ വിവാഹം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവർക്ക് പ്രായം കൂടിയിട്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നെങ്കിലോ, കുഞ്ഞുങ്ങൾക്ക് ഒരുവിധം പ്രായമാകുമ്പോഴത്തേക്ക് അവരുടെ ആരോഗ്യം എല്ലാം പോയി കഴിഞ്ഞു. അപ്പൊ അവർക്ക് മക്കളുടെ ഒപ്പം നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാനോ ഒന്നും പറ്റത്തില്ല. ഓൾറെഡി ഇപ്പൊ പാരമ്പര്യമായിട്ട് കിട്ടി അത്യാവശ്യം നല്ല സ്വത്തുക്കള് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാതാപിതാക്കളെ സംബന്ധിച്ചിട്ട് അവരുടെ ജീവിതത്തിനും കുഞ്ഞുങ്ങളുടെ എല്ലാത്തിനുമുള്ള കണ്ടെത്തേണ്ട പുറകെ ആയിരിക്കും. അവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്യാവശ്യം നല്ല പ്രായത്തിൽ ഇതൊക്കെ പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. ശരിക്കും ഈ പറയുന്നത്, അതായത് വിവാഹത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന ഒരു സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെ, നമുക്കിപ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുവാണെങ്കിലും പറയാൻ പറ്റും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൽ ഇപ്പൊ ഡിവോഴ്സിലേക്കൊക്കെ എത്തുന്ന പ്രധാന കാരണം ഈ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അല്ലെ? കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എല്ലാത്തിൻ്റെയും നമ്മളതിൽ മൂല്യകാരണം എന്ന് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത് എവിടെ ചെന്ന് നിൽക്കുന്നു, എന്തുകൊണ്ട് അവിടെ സംഭവിക്കുന്നു എന്ന് നോക്കുമ്പോൾ അത് തന്നെയാണ്. അതും പറയുന്ന ഈ സാമ്പത്തിക കുറവ്, അതായത് വിദ്യാഭ്യാസം കുറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടില്ല, നല്ല ജോലി അല്ലാത്ത ഡെയിലി ജോലിയിൽ വേജസ് ആയിട്ട് പോകുന്ന അവിടെയൊക്കെ നമ്മൾ കണ്ടെത്തിയിരുന്നാലും ഓൾറെഡി തന്നെ എന്തെങ്കിലും ഒരു സേവിങ്സ് ഇല്ലെങ്കിൽ അതെല്ലാം അവർക്ക് ആ ഒരു കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ. പിന്നെ ഇതിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്ത് ചെയ്യുക, അവരോ കൂടെ വരുന്ന പങ്കാളി അതേ ശീലങ്ങളുമായിട്ട്, ഇപ്പം പുരുഷൻ എന്താണ് ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ആ ഒരു സാധാരണ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിയും തയ്യാറാകണം എന്നുള്ള. ഇന്നത് പ്രായോഗികമായിട്ട് നടക്കുമോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം ഒരു ഗ്രാമത്തിലിരിക്കുന്ന ഒരു അമ്മൂമ്മയ്ക്ക് വരെയും ഗൾഫിലും അല്ല യൂറോപ്യൻ കൺട്രി പോകണമെന്ന് ആഗ്രഹം വരും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ മൊബൈൽ പോലുള്ള ഡിവൈസുകൾ യൂസ് ചെയ്ത് ഇന്ന് ലോകം എന്താണെന്നുള്ളത് അവർ കണ്ടു കഴിഞ്ഞു. അതായത് ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്നതല്ല, അല്ലെങ്കിൽ ഇതിന് മുകളിൽ കാണാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടെന്നുള്ളത് അവർ ഓൾറെഡി കണ്ടു കഴിഞ്ഞുകൊണ്ട് തന്നെ, അപ്പോൾ പിന്നെ പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യത്തിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, അവർ ഓൾറെഡി അങ്ങനെ ഒരു ലോകം ഉണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞപ്പം അവർക്ക് ഇവിടെ ഒതുങ്ങിക്കൂടാനായിട്ട് അവർ ഒരിക്കലും, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് അതിനോടുള്ള താല്പര്യം കുറവാണ്. പെൺകുട്ടികൾക്കെന്നല്ല ആൺകുട്ടികൾക്കാണെങ്കിലും അത് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ളപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഈ പറയുന്ന 36 വയസ്സ് അല്ലെങ്കിൽ 37 വയസ്സ് 38 വയസ്സുള്ള ആൺകുട്ടികൾ എന്ന് പറയുന്നത് അതിന് മുമ്പത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. ഇപ്പോൾ ഈ പറയുന്ന പ്രായത്തിലുള്ള പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ കാണുന്ന ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അത്രയും ഒന്നും ആഗ്രഹിച്ചു പോകാതെ കുറച്ചുകൂടെ ഒതുങ്ങി കൂടി കഴിയാൻ ഇന്നത്തെ നിലവിലുള്ള അവരുടെ സാഹചര്യങ്ങൾ വെച്ചിട്ട് ജീവിച്ചു പോകാൻ പറ്റുന്ന തലമുറയിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പം അവർക്ക് ഈ പറയുന്ന ഈ പുതിയ തലമുറയിൽപ്പെട്ട പെൺകുട്ടികളായിട്ടോ പഴയ തലമുറയിൽപ്പെട്ട ആൺകുട്ടികൾ വിവാഹം കഴിച്ച് മുന്നോട്ടുള്ള ജീവിതവും പ്രാക്ടിക്കലി വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? തീർച്ചയായിട്ടും രണ്ട് കാറ്റഗറി ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ ഇപ്പോ മാതാപിതാക്കൾ ചിന്തിക്കുകയാണ് ഞങ്ങളുടെ ജീവിതവും ഇങ്ങനെ ആയിപ്പോയി, ശരി മക്കളുടെ ജീവിതമെങ്കിലും നല്ലതായിരിക്കട്ടെ എന്ന് ചിന്തിച്ച് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അച്ഛനും അമ്മയും ഉണ്ട്. അതോടൊപ്പം തന്നെ അതിലൊന്നും ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ഈ മക്കൾ തന്നെ ചിന്തിക്കും, ഇത്രയും ദുഷ്കരമായിരുന്നു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ജീവിതം, അതുകൊണ്ട് നമ്മൾ ചുറ്റുവട്ടത്തൊക്കെ നോക്കി ഇത്രയും 10-20 വർഷമായിട്ട് അവർ കണ്ടുവരുന്ന കാര്യങ്ങളില്ലേ, ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഇതിൽ ബെറ്റർ ആയിരിക്കും. അതേ ലെവലിൽ ഈ ഒട്ടുമിക്ക പെൺകുട്ടികളും ഒക്കെ വിവാഹാലോചന നോക്കുന്നവര് ഈ ആൺകുട്ടികൾക്ക് കിട്ടാത്ത എന്താ, ഇവരുടെയൊക്കെ ഒരു പ്രായം എത്തും, അട്രാക്ഷൻ തോന്നുന്ന ഒരു പ്രായം എത്തുമ്പോൾ അവർക്കത് തോന്നും, അവർക്ക് ചുറ്റുവട്ടത്തുനിന്ന് ബന്ധുക്കളാകാം അല്ലെങ്കിൽ അവർ കാണുന്നതായിരിക്കും പല രീതിയിലും വിവാഹങ്ങൾ നടന്നു പോകുന്നത് എന്നുള്ളതാണ് സത്യം. ബെറ്റർ ഓപ്ഷൻ അവർ നോക്കുന്നില്ല. അതാണ് നമ്മളിപ്പോൾ ഈ സമൂഹത്തിലേക്ക് വന്നപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് വന്നേക്കുന്ന ഏകദേശം 11,000 ആപ്ലിക്കേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 97% ആളുകളും പെൺകുട്ടികൾ എന്ന് പറയുന്നത് 21 വയസ്സും 17 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾ. അത് മാത്രമല്ല അവരവര് തന്നെയല്ലേ അത് കണ്ടുവച്ചിരിക്കുന്നത്. ഈ പറയുന്ന എല്ലാവരും തന്നെ അവരവരുടെ ലൈഫ് സെറ്റിൽ ആകാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തി. ഇത് റൈറ്റ് ഓർ റോങ്, പക്ഷെ
അവരത് നേരത്തെ തന്നെ അവർ തന്നെ കണ്ടെത്തി അവരുടെ ലൈഫ് സേഫ് ആക്കാൻ വേണ്ടി നോക്കി അല്ലെ. അതായത് ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളായിട്ട് അവർക്ക് നോക്കി വെച്ചിരിക്കും, മക്കൾക്ക് വേണ്ടിയിട്ട് ആലോചന നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ മാതാപിതാക്കളുടെ സാഹചര്യം കൊണ്ട് ആ നല്ല കുട്ടികളുടെ വിവാഹം അവർക്ക് നടത്താൻ പറ്റുന്നില്ല. അതിനു വേണ്ടിയിട്ട് അവരെ സഹായിക്കുകയാണ്. പക്ഷേ നമുക്ക് വരുന്ന പ്രൊഫൈലുകൾ എങ്ങനെയുള്ള, ആൾറെഡി തന്നെ ആ പെൺകുട്ടികൾ ആ ഒരു ചുറ്റുപാടിൽ നിന്ന് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ആൺകുട്ടികളെ കണ്ടെത്തുന്നു. അവർ ഒരിക്കലും ഇത്രയും പ്രാവശ്യം നടന്നു, പക്ഷെ ഒരിക്കലും അവര് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അവരുടെ ചുറ്റും ഉണ്ട്. ഉണ്ട് എങ്കിൽ പോലും പക്ഷെ അവർ തിരിച്ചറിയാതെ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ സാഹചര്യം അതാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഒരു പാവപ്പെട്ട വീട്ടിൽ, ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടും തന്നെ ആണെങ്കിൽ പോലും ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടി വന്നൊരു 10, 12, 13, 14 വയസ്സാകുമ്പം തൊട്ടേ അവളൊരു പ്രായം എത്തുമ്പം തൊട്ടേ അവൾക്ക് ചുറ്റുപാടിൽ നിന്ന് പല രീതിയിലുള്ള, പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണെങ്കിൽ പല രീതിയിലുള്ള സുരക്ഷിതത്വം ഇല്ലായ്മ അവൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം. സോ അപ്പം തന്നെ അവൾക്ക് ഉറപ്പായിട്ട് ഒരു സുരക്ഷിതത്വം കിട്ടണം. എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടാൻ എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ അതിനുള്ള സാഹചര്യമില്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് അതിനുള്ള സാഹചര്യം ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവൾ ഉറപ്പായിട്ട് ആ സമയം തൊട്ടേ ആ ഒരു സുരക്ഷിതത്വം തേടുന്നുണ്ട്. പക്ഷെ അത് ആ പെൺകുട്ടിയുടെ ആ പ്രായത്തിൽ അവൾക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റത്തില്ല ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് അല്ലേ. അവിടെ അച്ഛനമ്മമാർക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു വോയിസ് ഇല്ല അവിടെ, കാരണം അവരും ഓൾറെഡി ഈ പറയുന്ന സ്ട്രഗിളിലാണ്. അതുകൊണ്ട് തന്നെ അവർക്കത് പറഞ്ഞു കൊടുക്കാനോട്ട് പറ്റത്തുമില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളൊക്കെ മെഡിക്കുകളാണ്. അവർക്കൊക്കെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ കാര്യങ്ങൾ, സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാതെ, കൊച്ചു കുട്ടികളാണെങ്കിലും ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം ചെറുപ്രായത്തിലെ എല്ലായിടത്തും നോക്കുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, അറിവുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടി എന്തോ അവരുടെ ആ ഒരു അട്രാക്ഷൻ തോന്നുന്ന പ്രായം മുതൽ അവർ ആ ശീലിച്ചു അല്ലാതെ ആ ഒരു പ്രായത്തിൽ ഓട്ടോമാറ്റിക്കലി ഈ സുരക്ഷിതത്വം അല്ലെങ്കിൽ അന്ന് വരെ അവർക്ക് കിട്ടാതിരുന്ന പല കാര്യങ്ങളും കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിപ്പം അങ്ങനെ പോയെന്നിരിക്കാം. പക്ഷേ അവർക്ക് ഇപ്പോൾ നേരത്തെ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റുവാണ്, ഇതല്ല റിയൽ ലൈഫ്, ഇനിയും നിങ്ങൾ വീണ്ടും ഇതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ ഒരു കാലിലെ മന്ത് അടുത്ത കാലിലേക്ക് മാറ്റിയതേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സമയം നിങ്ങൾ പരമാവധി പിടിച്ചു നിൽക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകൾ തന്നെ ഉണ്ട്. ചിലപ്പോൾ കുറച്ച് ഏജിലൊക്കെ ഡിഫറൻസ് ഉള്ള ആളുകളാണെങ്കിലും അവരിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് ഇഷ്ടംമാതിരി ആളുകളുണ്ട്. ഇന്നിപ്പോൾ കേരളത്തിലെ നമുക്ക് വന്നേക്കുന്ന ഒരു എൻക്വയറി ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവാഹം സാമ്പത്തികമായിട്ട് നല്ല സെറ്റിൽഡ് ആയിട്ടുള്ള, സ്വന്തമായിട്ട് വീടുള്ള, സ്വന്തമായിട്ട് സഹോദരിമാരുടെയൊക്കെ വിവാഹം കഴിപ്പിച്ച് വിട്ട് ഒരു ഫാമിലി എങ്ങനെ റൺ ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന, നല്ല സ്വഭാവമുള്ള, ഈ പറയുന്ന മറ്റ് ദുശീലങ്ങളൊന്നും ഇല്ലാതെ ഫാമിലി ആയിട്ട് സമാധാനമായിട്ട് ജീവിക്കണമെന്ന് പറയുന്ന സാമ്പത്തിക ഭദ്രതയുള്ള ഒത്തിരി ആൺകുട്ടികളുണ്ട് അല്ലേ. ഇഷ്ടംമാതിരി പേരുണ്ട്, വിവാഹം കഴിക്കാത്ത ഒത്തിരി പേരുണ്ട്, അവരുടെ ഫാമിലിയും കുഴപ്പമില്ലാതെ നോക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പം അങ്ങനെയുള്ള ആൺകുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിലും പക്ഷേ ഈ പെൺകുട്ടികൾ ആരും അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അല്ലേ, വെയിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ അപ്പോൾ മാതാപിതാക്കളാണോ മാറേണ്ടത് അതോ മക്കളാണോ? അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ അത് രണ്ടും അല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഫുള്ള് നമ്മുടെ ഇവിടുത്തെ ഒരു സിസ്റ്റം ഫുള്ളായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പം ഈ ഒരു വിവാഹാലോചനയെ സംബന്ധിച്ച് നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ അതിനുള്ള എഡ്യൂക്കേഷൻ ഇവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രണയിക്കേണ്ട എന്നല്ല അവിടെ പറയുന്നത്, പ്രണയിക്കണം. കാരണം അവർക്ക് ആ വികാരം ഓട്ടോമാറ്റിക്കലി ഒരു സ്ത്രീ പുരുഷൻ അട്രാക്ഷൻ ഓൾറെഡി ഉണ്ടാകും. അത് ഉണ്ടാകുന്ന സമയത്ത് പ്രണയങ്ങൾ നമുക്ക് തുറന്ന് പറയാം, പക്ഷെ അതൊക്കെ ആരോഗ്യകരമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടതെന്നുള്ള, അവർക്ക് തമ്മിൽ വർഷങ്ങളായിട്ട് മുന്നോട്ട് ആ ബന്ധം, അവരുടെ റിലേഷൻഷിപ്പ് ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു സമയത്തെത്തി ഈ പറയുന്ന പോലെ ആൺകുട്ടി സാമ്പത്തികമായിട്ട് അവർക്ക് സ്വന്തം നിലയിൽ നിൽക്കാനും, അതോടൊപ്പം തന്നെ പെൺകുട്ടിക്കും, ഇന്നത്തെ കാലത്ത് പെൺകുട്ടിക്കും സ്വന്തം നിലയിൽ നിൽക്കാൻ പറ്റും. നമ്മൾ തമ്മിൽ ഒന്നിച്ച് പോയി കഴിഞ്ഞാൽ ഇത് കൂടുതൽ മനോഹരമായിട്ട് കൊണ്ടുപോകാമെന്ന് തോന്നുന്ന സമയത്ത് വിവാഹം കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ആ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ ഇതിൽ ഉറപ്പായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് തന്നെയാണ് അല്ലെ, എന്ത് പറയുന്നത്? തീർച്ചയായിട്ടും അത് കറക്റ്റ് തന്നെയാണ്. കാരണം ഇവരിലേക്ക് ഇത് എത്തണം, എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ആ രീതിയിൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതെ അതെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഇതിൽ തന്നെ സമൂഹത്തിലൂടെ വിവാഹം കഴിച്ചിട്ട് ഒരു പയ്യൻ, അതിൽ ഒരെണ്ണം നമ്മുടെ ഇതിനകത്ത് വിവാഹം കഴിച്ച ആ ഒരു പയ്യന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പയ്യൻ ആ പെൺകുട്ടീനേക്കാളും പ്രായം കുറവായിരുന്നു. അപ്പം നമ്മൾ അന്ന് അവിടെ പോയ സമയങ്ങളിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇത് തന്നെ വേണോ, വേറെ പയ്യന്മാർ ഇഷ്ടംമാര് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്, നിങ്ങൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ വിവാഹം ആലോചിക്കാം എന്നുള്ളത് നമ്മൾ പറഞ്ഞപ്പോഴും ആ പെൺകുട്ടി പറഞ്ഞു ഇല്ല, എനിക്കിത് തന്നെ മതി എന്നുള്ളത് പറഞ്ഞു. പക്ഷെ ആ പക്വതയില്ലായ്മയുടെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ഇപ്പൊ അവരുടെ ഫാമിലി അത്ര ഒരു സുഖകരമായിട്ടല്ല പോകുന്നത്. ആ പെൺകുട്ടിക്ക് അവിടെ സ്വന്തം സഹോദരിമാരുടെ, സ്വന്തം മാതാപിതാക്കളുടെ ജീവിതം എല്ലാം മാതൃകയായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കൂടി ഒരു സമയത്ത് ആ കുട്ടിക്ക് തോന്നിയ ഒരു വികാരം, അതിനാണ് ആള് പ്രാധാന്യം കൊടുത്തത്. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടേക്കാം എന്നുള്ളൊരു ചിന്താഗതിയും ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല, ഇപ്പൊ സ്വന്തം ലൈഫേ പോയി.
പ്രസന്റ് ലൈഫിൽ പോയി. അതായത് വേറൊന്നുമല്ല, ആ പെൺകുട്ടി ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആ പയ്യന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് ഒരു കുട്ടിക്കളി, അവനൊരു സീരിയസ്, പെൺകുട്ടി സീരിയസ് ആയി, ആൺകുട്ടി അത്രയും സീരിയസ് അല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വിവാഹങ്ങളിലെല്ലാം പൊതുവെ സംഭവിക്കാറുണ്ട്. ഈ സെയിം ഏജുകാർ വിവാഹം കഴിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഈ ഒരു ഇഷ്യൂ പറയാറുണ്ട്. ആൺകുട്ടികൾ ഭയങ്കര കളിയാണ്. അതിപ്പം ഈ മാതാപിതാക്കൾക്ക് ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ആ മക്കളെ ആ വേണ്ട രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കാത്തത് അല്ലേ? പിന്നെ ആ കുട്ടികള് കണ്ടും കേട്ടും ചുറ്റുപാടും ഒക്കെ ശീലിച്ചു വരുന്ന കാര്യങ്ങള്, അപ്പൊ ഇവരാരും മാറാൻ തയ്യാറല്ല. അല്ല, അതെ, ആ വിഷയത്തിലേക്ക് വരുമ്പോണ്ടല്ലോ, ഇതിനകത്തൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൺകുട്ടികൾ ഇപ്പോൾ ഒരു വിവാഹത്തിലേക്ക് വരുമ്പം അവരൊരു കുടുംബം ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അവർ വരുന്നത്. വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവർ സ്വപ്നം കാണുവാണ്, ഇനി എൻ്റെ ഇത്രയും നാളും എൻ്റെ അച്ഛനും അമ്മയായിരുന്നു, ഇനി എന്നെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയാണെന്നുള്ളതും സ്വപ്നം കണ്ടിട്ട് അവർ രണ്ടുപേരും ഒന്നിച്ചുള്ളൊരു ജീവിതം കണ്ടിട്ടാണ് വരുന്നത്. എന്നാൽ നമ്മുടെ പൊതുവെ ആൺകുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തൊന്നും ജോലി ചെയ്യുന്നില്ലാത്ത അല്ലെങ്കിൽ മാറി വീട്ടിൽ നിന്ന് മാറി താമസിക്കാത്ത പൊതുവെയുള്ള ആൺകുട്ടികളുടെ ഒരു സാഹചര്യം എന്ന് പറയുന്ന, അവരുടെ അന്ന് വരെ വിവാഹം കഴിച്ചു വരുമ്പം അന്നുണ്ടായിരുന്ന ഒരു സിറ്റുവേഷനിലും മാറ്റം വരുന്നില്ല, അല്ലേ? സിറ്റുവേഷൻ മാറാൻ വരുന്നില്ല. പെൺകുട്ടിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവളുടെ വീട് മാറി, അന്ന് വരെ കണ്ടിരുന്ന ആളുകളെല്ലാവരും അല്ല ചുറ്റിനും വേറെ സ്ഥലത്തവർ വന്നു. തീർച്ചയായിട്ടും അന്ന് എന്നും രാവിലെ എഴുന്നേറ്റപ്പം കാണുന്ന കാഴ്ചകളല്ല, കഴിക്കുന്ന ഫുഡല്ല, ഈവൻ വെള്ളമല്ല, അല്ലേ, എല്ലാം കൊണ്ടും കാലാവസ്ഥയായിരിക്കണമെന്നില്ല, ഇങ്ങനെ എല്ലാം അവളുടെ ചുറ്റിനും മാറി. സോ അവൾക്ക് ആകെ ആശ്രയം എന്ന് പറയുന്നത് ഈ വിവാഹം കഴിച്ചു വരുന്ന ഈ പുരുഷനും. അതേസമയം പുരുഷനെ സംബന്ധിച്ച് ഈ പറയുന്ന ഒന്നും മാറിയില്ല, അവൻ്റെ കൂടെ ഒരാളും കൂടെ വന്നു എന്നുള്ളതല്ലാതെ, അല്ലേ, വേറൊരു കാര്യവും മാറിയിട്ടില്ല. അപ്പം അവനെ സംബന്ധിച്ച് ഈ കുടുംബം എന്നുള്ള ഒരു ചിന്ത അവൻ്റെ ജീവിതത്തിലേക്ക് അപ്പോഴൊന്നും ആകത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പം അതുകൊണ്ടാണ് ഈ സെയിം പ്രായത്തിലുള്ള ആളുകൾ കൂടുതൽ വിവാഹം കഴിക്കുമ്പോൾ കൂടുതലും എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് പൊതുവേ ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു പക്വതയുടെ ലെവൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 24 വയസ്സുള്ള പുരുഷനേക്കാൾ കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ സെയിം ഏജിലുള്ള ആൾ കഴിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടി ഭയങ്കര, പെൺകുട്ടികൾ അല്ലേ തന്നെ വിവാഹം കഴിച്ചു വരുന്ന ഓരോരുത്തരും ഭയങ്കര സീരിയസ് ആയിരിക്കും. അത് കൂടാതെ എന്താണ്, ഈ പറയുന്ന ഏജ് ഡിഫറൻസിലുള്ള ആ ഒരു പക്വത ഓൾറെഡി ഉണ്ടാവും. അപ്പം പയ്യൻ മിക്കവാറും കളിയും കാര്യങ്ങളും ആയിരിക്കും. അതേസമയം പെൺകുട്ടി കുടുംബത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന ആളുമായിരിക്കും. പയ്യൻ പിന്നെ ചിന്തിച്ച് തുടങ്ങുന്ന സമയം എന്നൊക്കെ പറയുന്നത് ഒരു കുട്ടിയൊക്കെ ആയി അവർ ആ കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങുന്ന സമയത്താണ് കുറച്ചുകൂടെ ഉത്തരവാദിത്തങ്ങളായി. കാരണം കുട്ടിയുടെ കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് വരുമ്പോഴാണ് കുറച്ചുകൂടെ കുടുംബം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലേക്ക് പുരുഷന്മാർ വരുന്നത്. പക്ഷേ ഈ ഒരു വിഷയമൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈവൻ പണരെ ഫൈൻഡ് ചെയ്യുന്നത് മുതൽ അതിന് ക്വാളിഫൈഡ് ആണോ എന്ന് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും നമുക്കൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ച് കൃത്യമായി ഇതിന് ഗൈഡൻസ് കൊടുക്കേണ്ടത് തന്നെയാണ്, അല്ലേ? മറ്റെല്ലാ കാര്യത്തിലും ഇപ്പം നമ്മളൊരു വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഡ്രൈവിംഗ് നേരത്തെ പോയി പഠിച്ച് ടെസ്റ്റ് ചെയ്തത് ഓക്കെ എന്ന് പറഞ്ഞാൽ വിവാഹ ജീവിതത്തിൽ ടെസ്റ്റ് ചെയ്യത്തില്ല. നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ? ഒന്നുമില്ല. അല്ല, അത് മാത്രമല്ല, ഇപ്പൊ വിവാഹങ്ങൾ നടത്തുന്നു. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം അറ്റൻഡ് ചെയ്ത വിവാഹം, അതെനിക്ക് തോന്നുന്നു കോടികൾ സ്പെൻഡ് ചെയ്തിട്ടാണെന്ന് വിചാരിക്കുന്നു. ആ ഒരൊറ്റ ഫംഗ്ഷൻ മാത്രം, ആ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതിന്, അത് ഉൾപ്പെടെ അന്ന് അവിടെ നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് അത്രയും സ്പെൻഡ് ചെയ്തിട്ടാണ്. പക്ഷെ അവർ ആ ഒരു പാർട്ണറെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നടത്തിയ ആ ശ്രമത്തിന് എത്ര സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും? അതിനെ കമ്പയർ ചെയ്യുമ്പോൾ സമയമാണെങ്കിലും എന്താണെങ്കിലും ഇല്ല എന്നേ പറയും. അതെ, പ്ലാനിങ് പോലും ഇല്ല. പെൺകുട്ടി വിവാഹത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു 3 മാസത്തിന് മുമ്പേ തന്നെ മേക്കപ്പ്, ബ്യൂട്ടീഷ്യന്റെ ടിപ്സ് അനുസരിച്ചായിരുന്നു ഫുഡ്, ഡ്രസ്സിങ്, പോകുന്ന യാത്ര വരെയും മുഖത്തിടുന്ന സാധനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പം അത്രയും പ്ലാനിങ് ആ 1 ഡേയിലേക്കുണ്ട്. എന്നാൽ ഈ ജീവിതത്തിൻ്റെ ആ 1 ഡേ കഴിഞ്ഞിട്ട് മുന്നോട്ട് ജീവിക്കേണ്ട ആ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രോസസ്സിൽ എന്തെങ്കിലും, അത് മാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷം സ്വന്തം ഫാമിലി ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം, ആ കുടുംബ ജീവിതം എന്തായിരിക്കും, എങ്ങനെ ആയിരിക്കും, അതിനെക്കുറിച്ച് ഇവരാരെങ്കിലും ചിന്തിച്ച് മനസ്സിലാക്കി ഒരു പ്രശ്നം വന്നാൽ അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, പെട്ടെന്ന് പോകുന്ന, കല്യാണം കഴിയുന്നു, പിന്നെ അങ്ങ് ജീവിച്ചു പോകുന്നു, അത്രേ ഉള്ളൂ. ശരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെ കൃത്യമായിട്ടുള്ള, നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു പ്ലാനിങ്ങിന്റെ ഒരു കുറവ് തന്നെയല്ലേ? അല്ലെ, ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യം ആളുകൾ ആരും മൈൻഡേ ചെയ്യുന്നില്ല. അതായത് പാർട്ണറെ കണ്ടെത്തുക എന്ന് പറയുന്നത് ആളുകൾക്കൊരു ഏതെങ്കിലും മാട്രിമോണി അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്പുകൾ അല്ലെങ്കിൽ മറ്റ് ബ്രോക്കറോ ബ്യൂറോ പോലുള്ള സർവീസുകളിൽ നിന്ന് ഒരു പാർട്ണറെ കണ്ടെത്തുക എന്നുള്ളത് ജസ്റ്റ് കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അതിനപ്പുറം അതിനെക്കുറിച്ച് ഞാൻ പഠിക്കണം,
എൻ്റെ സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഞാൻ അതിനൊരു എഫോർട്ട് ഇടണം എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇപ്പം തന്നെ ഈ കേസിൽ ഈ 36 വയസ്സുള്ള അവര് കാര്യമൊക്കെ പറഞ്ഞപ്പോഴും നമ്മളൊരു വർഷങ്ങളായിട്ട് വിവാഹം നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അവരുടെ ഒരു ചൂട് മീൻസ് എത്രമാത്രം അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അവർ എപ്പോഴെങ്കിലും ഒക്കെ സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ മകനെ ഒന്ന് കാണുമ്പോൾ എൻ്റെ മകൻ്റെ വിവാഹം നടന്നില്ലല്ലോ എന്ന് ഓർത്ത് ആ സമയത്ത് നോക്കുന്നതല്ലാതെ ഇതിനിപ്പോൾ നമ്മളൊരു സാധാരണ ജോലി ചെയ്യുന്ന പോലെ ഒരു സമയം ഓരോ ദിവസവും ഇത്ര സമയം ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. വേണമെങ്കിൽ ആ മാതാപിതാക്കൾക്ക് ഇങ്ങനെ ചിന്തിക്കായിരുന്നു, എൻ്റെ മോന് 36 വയസ്സായി, ഇനി 37ലേക്ക് കടക്കുന്നു. ഈ പെൺകുട്ടീനെ സംബന്ധിച്ച് അതിനാവശ്യത്തിനുള്ള സൗന്ദര്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. അവരുടെ മാതാപിതാക്കളെ എന്ത് വിദ്യാഭ്യാസം ഉള്ളവരായിക്കോട്ടെ, എന്ത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, പക്ഷെ അവർക്കുള്ള വിദ്യാഭ്യാസവും ജോലിയും വെച്ചിട്ട് ആ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവർ ജോലി വാങ്ങിച്ചു കൊടുത്തു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൺകുട്ടിയായിരുന്നാലും പെൺകുട്ടി, അവര് നിലവിൽ ഇനി ഒരു കുടുംബം തുടങ്ങുന്ന അവരല്ലേ. ഓക്കെ, അല്ലാതെ ഒരു നിമിഷത്തേക്ക് ഒരു ഫംഗ്ഷനിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ കുറച്ച് ആൾക്കാർ ചോദിക്കും, ആൺകുട്ടിയുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു, പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു, ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം അവരുടെയൊക്കെ മാത്രമല്ല ബന്ധുക്കളുടെയൊക്കെ ആ ഒരു ഇവരുടെ പൊസിഷൻ പറയുമ്പോൾ എന്ത് ചിന്തിക്കും എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കാൻ തെറ്റല്ല, മാറുകയാണെങ്കിൽ മാറി ചിന്തിക്കുകയാണെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ മാറി ചിന്തിക്കാം. അതെ അതെ. അല്ല, ഇത് യാഥാർത്ഥ്യം ഒന്ന് ചിന്തിച്ചു നോക്കി, ഇവർക്ക് ആർക്കെങ്കിലും റിയാലിറ്റിയിൽ ഇവരുടെ രണ്ടുപേരുടെ ലൈഫിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവർ തമ്മിൽ തീർക്കേണ്ട അല്ലെങ്കിൽ ഇവർ തമ്മിലാണ് ആ പാർട്ണർഷിപ്പ് കൊണ്ടുപോകേണ്ടതും അത് വളർത്തിക്കൊണ്ടു പോകേണ്ടതൊക്കെ ഇവരാണ്. മറ്റാർക്കും യാഥാർത്ഥ്യത്തിൽ അല്ലെ ഒരു കുടുംബ ജീവിതത്തിൽ ഈ പറയുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരാൾക്കും അതിനുള്ള ഇത് വന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്ത ഒരു കാര്യം, ചിലപ്പോൾ പറഞ്ഞില്ലെങ്കിൽ വിട്ടുപോകും. ഇതുപോലെ തന്നെ ഒരു ആൺകുട്ടിയുടെ അച്ഛൻ ഇടയ്ക്ക് ഒരു കോള് വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു, നല്ല ആലോചന, ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു, കുട്ടി നല്ലതൊക്കെ ആയിരുന്നു, അച്ഛൻ എന്തൊരു അവർ പറഞ്ഞല്ലേ രീതി എനിക്ക് പറയാൻ അറിയത്തില്ല, ഞാൻ പറയുന്നില്ല. എന്താ പറയുന്ന ആ സംഭാഷണം, ആ അച്ഛന്റെ ജോലി, ഇതിനെല്ലാം കളിയാക്കി അങ്ങനെയുള്ള ആലോചനകളൊന്നും ഞങ്ങൾക്ക് വേണ്ട. അത് ആ പറഞ്ഞ രീതി പറഞ്ഞാൽ അത് കുറച്ചും കൂടെ മനസ്സിലാവുമായിരുന്നു. പക്ഷെ ആ സംസാര രീതി എനിക്കിവിടെ എനിക്ക് മനസ്സിലാവുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇപ്പോഴും ഈ പറയുന്ന ജോലിനെയും അല്ലെങ്കിൽ ചുറ്റുപാടുകളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇനി മുന്നോട്ട് ലോകം പോകുന്നതെന്നാണ് വിചാരിക്കുന്നത്. മീൻസ് കാസ്റ്റ്, റിലീജിയൻ, ഇതിനെയൊക്കെ എനിക്ക് ആ കാസ്റ്റിൽ തന്നെ, എനിക്ക് ആ റിലീജിയനിൽ തന്നെ എന്നാണ് ആളുകൾ ഇപ്പോഴും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കി, ഇനി ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് ഒരു 10 വർഷം കൂടെ, മാക്സിമം ഒരു 10 വർഷത്തിനുള്ളിൽ തന്നെ, അതായത് ഇപ്പോൾ വരുന്ന ഈ തലമുറയൊന്നും ഒരിക്കലും ഇപ്പം ഇന്ത്യയിലുള്ള ഒരാൾ വിവാഹം കഴിക്കുന്നത് ചിലപ്പോൾ ഈവൻ ചന്ദ്രനിലുള്ള ഒരാളെ ആയിരിക്കാം. ആ ലെവലിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. അവിടെ എന്തോന്ന് ഇനി വിവാഹം കഴിക്കുമ്പം ഏത് രാജ്യക്കാരനാണെന്ന് ഒരു പക്ഷേ നോക്കിയേക്കാം. അവിടെ ഹിന്ദു ആണോ മുസ്ലിം ആണോ ഇങ്ങനെയുള്ള തിരിവുകളൊന്നും അല്ല ക്രിസ്ത്യൻ ആണോ എന്നുള്ള തിരിവൊന്നും ഇവിടെ വരാൻ ഇനിയുള്ള കാലത്തില്ല. കാരണം അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആളുകളിൽ ഒരു ഗ്ലോബൽ ഹ്യൂമൻ എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു, ആ ഒരു ലെവലിലേക്ക്. കാരണം നമുക്ക് ഇന്നിപ്പോൾ നമ്മുടെ പാർട്ണറെ കണ്ടെത്തുന്ന ചിലപ്പോൾ നമ്മുടെ എല്ലാ ഇൻട്രസ്റ്റുകളും താല്പര്യങ്ങളും ഉള്ള ഒരാൾ ചിലപ്പോൾ ഓസ്ട്രേലിയയിലായിരിക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ അവിടുന്ന് വിവാഹം കഴിക്കുന്ന അങ്ങനെ മാറി വിവാഹം കഴിക്കുന്ന ലെവലിലേക്ക്, പാർട്ണറെ കണ്ടെത്തുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന ആളുകൾ അച്ഛൻ്റെ അമ്മയുടെയും ജോലിയുടെ കാര്യം, അതല്ലെങ്കിൽ അയാളുടെ അച്ഛൻ്റെ അമ്മയുടെ ജോലി ഇതാണെന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കത്തില്ല എന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യമില്ല. കാരണം അത് ആ ഒരു ഈക്വാലിറ്റിയിലേക്ക്, ജോലി എന്തും ആവട്ടെ ഓരോരുത്തർക്ക്, കാരണം പാർട്ണർ എന്ന് പറയുന്നത് അത് അയാളുടെ സ്കില്ലാണ്, ഒരു ലൈഫ് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അല്ലേ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഏറ്റവും താഴത്തേക്ക് ചിന്തിക്കുന്ന ആളുകളുടെ അടുത്ത് ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. ഈ ചിന്തിക്കുന്ന വ്യക്തി തന്നെ ഇത്തിരി വിദ്യാഭ്യാസമുണ്ട്, പൊസിഷനിൽ ഇരിക്കുന്ന ആള്, ആ ആള് ആ സാധാരണ മനുഷ്യനേക്കാളും ലോക്കലായിട്ടാണ് ആളുടെ സംസാര രീതിയിലേക്ക് വന്നത്. അപ്പൊ അവിടെ വിദ്യാഭ്യാസം ഒരു പൊസിഷനിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ വ്യക്തിക്കും അറിയാലോ വളരെ താഴ്ന്ന ഒരു ലെവലിലേക്ക് പോവാൻ സാധിക്കും എന്നുള്ള. അപ്പൊ അതിനും എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതൊന്നും ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പോ മനുഷ്യർക്ക് അത്യാവശ്യം മര്യാദയോടുകൂടി സംസാരിക്കാൻ, പെരുമാറാൻ, പ്രവർത്തിക്കാൻ, ഇതൊക്കെയാണ് അറിയേണ്ടത്. അല്ല, ഇത് ഉറപ്പായിട്ടും ഈ വിവാഹ ജീവിതത്തിലും ഇത് തന്നെയാണ് കാര്യം. കാരണം ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള അവരുടെ റിലേഷൻഷിപ്പിൽ അവർക്ക് സ്വന്തം ഫീലിങ്സുകൾ, ഇപ്പം അത് ദേഷ്യം ആയിക്കോട്ടെ, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ചുള്ള അവരുടെ എന്ത് ഫീലിങ്സും ആയിക്കോട്ടെ, ആ ഫീലിങ്സ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് പരസ്പരം തുറന്ന് സംസാരിക്കാനായിട്ട്
പറ്റണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ കളിയാക്കലുകളോ ഒന്നുമില്ലാതെ തന്നെ ഇത് അവർക്ക് തമ്മിൽ സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാനസിക വളർച്ച എത്തിയ ഒരാളല്ലേ വിവാഹം കഴിക്കേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും. ഒരാൾ ഒരു ഫീലിങ്സ് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. അതാണ് അവിടെ കറക്റ്റ്. ഒരാളെ കളിയാക്കല്ല, അത് അയാളുടെ ഫീലിങ്സ് ആണ്, അല്ലേ? അയാൾ ജീവിച്ചു വന്ന സാഹചര്യമാണ്, അല്ലേ? ആ ഫീലിങ്സിനെ നമ്മൾ ഉൾക്കൊള്ളാനും അതിനെക്കുറിച്ച് നമുക്ക് ഓപ്പണായിട്ട് പരസ്പരം സംസാരിക്കാനും പറ്റുന്ന ലെവലിൽ മാനസിക വളർച്ച ഉള്ള ആളുകളാണ്, അതെ അതെ. അല്ലേ? ആ ഒരു സമയം കൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ രീതികൾ ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ രീതികൾ ഇതാണ് എന്നവർ പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. ഉണ്ടാകത്തില്ല. ഇല്ലാതെ അവർക്ക് പരസ്പരം മനസ്സിലാകാതെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു രീതിയിലേക്ക് വരുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാവും. അതെ 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 അതിനു വേണ്ടിയിട്ട് ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അതെ അതെ സത്യം പറഞ്ഞ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തുറന്ന്, അതായത് ഓപ്പണായിട്ട് സംസാരിക്കുന്നത് കുറവാണ്. സംസാരിക്കുന്ന കുറവാന്ന് പറഞ്ഞാൽ ഒന്നാമത് തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യം ഇപ്പോൾ എന്ന് വെച്ചാൽ സമയമില്ല രണ്ടുപേർക്കും സംസാരിക്കാനായിട്ട്. സമയമില്ല. കാരണം രണ്ടുപേരും ഈ പറയുന്ന ജോലി ചെയ്യുന്നവരായിരിക്കാം. ജോലി ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുള്ളവരാണെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ പഠിപ്പിക്കണം. അപ്പം ഒരാൾ വീട്ടിലെ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരാൾ കുട്ടീനെ പഠിപ്പിക്കുമായിരിക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഓടി അരച്ച് വന്ന് വേഗത്തിൽ കിടക്കുന്നു. പിന്നെ രാവിലെ വീണ്ടും എഴുന്നേറ്റ് ഇതേ റൊട്ടീൻ തന്നെ പൊക്കോണ്ടിരിക്കുന്നു. കാരണം ഇന്നത്തെ ഒന്നെന്ന് പറയുന്നത് മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, അതായത് നമ്മുടെ ഇന്നത്തെ ഒരു ചെലവിൻ്റെ എക്സ്പെൻസിനനുസരിച്ച് നമുക്ക് സാലറി പോലുള്ള കാര്യങ്ങൾ കുറവാണ്. പൊതുവെ ഒരു 80% കേസുകളിലും കുറവാണെന്ന് തന്നെ വേണം പറയാം. അപ്പം രണ്ടുപേരും കൂടെ ഉള്ള ഓട്ടത്തിൽ മാത്രമായിരിക്കും ഈ കാര്യങ്ങളെല്ലാം നടക്കുക. അപ്പം പരസ്പരം സംസാരിക്കാനായിട്ട് പറ്റത്തില്ല. പരസ്പരം സംസാരിക്കാൻ പറ്റത്തില്ല. പല ആഗ്രഹങ്ങളും നടക്കാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ തന്നെ, പാർട്ണർഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ തന്നെ ഉറപ്പായിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതെ പ്രശ്നങ്ങൾ അതെ. അത് ഉണ്ടാവും. ഇപ്പൊ ജോലി ഇല്ലാത്ത സ്ത്രീ ആയിരുന്നാലും ശരി, ജോലി ഉള്ളവരാണെങ്കിലും ശരി, യാഥാർത്ഥ്യം ഇതാണ്. ആ ഇപ്പൊ ജോലി ഇല്ലാത്ത ഒരു സ്ത്രീനെ സംബന്ധിച്ച് രാവിലെ ഭർത്താവ് ജോലിക്ക് പോവുകയാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. അതിനുശേഷം പിന്നെ വൈകുന്നേരം കുഞ്ഞുങ്ങൾ വരുന്ന, ഭർത്താവ് വരുന്നെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, ഭർത്താവിന്റെ കാര്യങ്ങൾ, പിന്നെ വീട്ടിലെ ജോലികൾ, അവിടെയും തീരുന്നില്ല തീരുന്നില്ല. സ്ത്രീ. അപ്പൊ പുരുഷനെ സംബന്ധിച്ച ആള് അവിടെ ഇവിടെ പോയി, ഇപ്പോഴത്തെ കാലത്ത് ഫോണ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ ഇവരെന്തേ ഫോണിലൊക്കെ നോക്കി. കുറച്ച് സമയം കിട്ടിയിരുന്നാലും ഫോണ് കാര്യങ്ങൾ ഇതിലേക്കുന്ന ഭാര്യ ഇതിന്റെയൊക്കെ മക്കളുടെയും വീട്ടിന്റെ പിറകെ. അതെ അതെ ഇതിന്റെ ഇടയിൽ സത്യം പറഞ്ഞ ആ ഭാര്യയ്ക്കും ഭർത്താവിനും പോലും സ്വന്തമായിട്ട് കുറച്ച് സമയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇല്ല അത് എന്നുള്ളതാണ്. തന്നെയാണ് അതെ, സത്യം. ഇതൊക്കെ എവിടെയാ തുടങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം ഈ പാർട്ണറെ കണ്ടെത്തുന്ന സ്റ്റേജിന് മുമ്പേ തന്നെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് അവിടുന്നേ തുടങ്ങണം. ഇങ്ങനെ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പാർട്ണർ ഇൻ ക്രൈം എന്ന് പറയുന്ന, അതായത് നമ്മളിപ്പോൾ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ കൂടെ ചിലപ്പോൾ പെൺകുട്ടി ഉണ്ടായിരിക്കാം, അല്ലെ ചില കൂട്ടുകാരുണ്ടായിരിക്കാം, എല്ലാത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്നത്. അങ്ങനെ ഒരാളാണ് ശരിക്കും നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം അവർക്ക് തമ്മിൽ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മൾ ലൈഫിൽ ഉണ്ടായിരിക്കണം. അപ്പം നമ്മളൊരു പാർട്ണറെ കണ്ടപ്പോൾ രൂപത്തിലുള്ള സൗന്ദര്യത്തിൽ ഉപരിയായിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ, പല കാര്യങ്ങളും നമുക്ക് ഓപ്പൺ ആയിട്ട്, പല ഇഷ്ടങ്ങളും പരസ്പരം ഒന്നിച്ചുള്ളത് പോലെ ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വൈബ് എന്നൊക്കെ പറയുന്നത് കുറേയൊക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാനും പരസ്പരം സംസാരിക്കാനും ഒക്കെ തയ്യാറാകുന്ന രീതിയിലേക്ക് ഈ ഒരു വിവാഹാലോചന നോക്കുന്ന ഒരാളെ പ്രിപ്പയർ ചെയ്ത് തന്നെ വേണം. അതിനുവേണ്ടി ശരിക്കും പറഞ്ഞ ഒരു ട്രെയിനിങ് തന്നെ വേണം, അല്ലേ? ഇപ്പോൾ ഡേറ്റിങ്ങിനൊക്കെ ശരിക്കും കോച്ചിങ് ചെയ്യുന്നുണ്ട്. അതൊക്കെ പക്ഷേ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ ഡേറ്റിങ്ങിൻ്റെയൊക്കെ കോച്ചിങ്ങിനൊക്കെ പോകുന്നുള്ളൂ എന്നുള്ളതാണ് സത്യത്തിൽ. നമ്മുടെ ഇപ്പം പെണ്ണ് കാണാനൊക്കെ പോകുമ്പം നമ്മുടെ കൂടെ പല ആൾക്കാരും പോയി ചോദിക്കുന്ന ചോദ്യം, മറ്റേ നമ്മുടെ ഏതാ ഒരു സിനിമയുണ്ടല്ലോ, അതിനകത്ത് മറ്റേ ബേസിൽ ജോസഫ് മറ്റേ പോയിട്ട് ഇവിടുത്തെ കോഴിക്ക് എന്നാ വിലയെന്ന് ചോദിക്കുന്നില്ല പെണ്ണ് കാണാൻ പോകുമ്പോൾ. അല്ല, ആ ഒരു ലെവലിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ കൂടുതലായിട്ട് ചോദിക്കുന്നത്. അല്ലാതെ കൂടിപ്പോയ എന്താണ്, ഇപ്പം ഇപ്പോഴത്തെ പിള്ളേർ കുറച്ചുകൂടെ പോയിട്ട് നേരത്തെ പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് ചോദിക്കുന്നതല്ലാതെ. അത് സംസാരിക്കുന്നത് തന്നെ അപൂർവം. അപൂർവമാണ്. വളരെ അല്ല, സംസാരിക്കുന്നുണ്ട്, പക്ഷെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ ലെവലിലുള്ള കാര്യങ്ങളാണ്. അല്ലാതെ റിയാലിറ്റിയിൽ ഇപ്പം ഇവരുടെ ഒരു കൃത്യമായ പ്ലാനിങ്ങിനെ കുറിച്ച്, ഇപ്പോൾ ലൈഫ് ഒന്നിച്ചു വരുന്നു, ഓക്കെ വാട്ട് നെക്സ്റ്റ്, എന്താണ് നമ്മൾ ഒന്നിച്ച് വിവാഹ ജീവിതം നയിക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാറില്ല. അതുപോലെ തന്നെ ഇപ്പം നിസ്സാര കാര്യങ്ങളാണ്. ഇപ്പം ഒരു പാർട്ണർക്ക് പല ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് പ്രത്യേകിച്ചും ആണുങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിരിക്കും. കാരണം ജോലി കിട്ടി കുറച്ച് പൈസയൊക്കെ കൈ വരും, സ്വാഭാവികമായിട്ടും അവർക്ക് ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ വീട് വാങ്ങുക, അല്ലെങ്കിൽ പ്രധാനമായിട്ടും വണ്ടി പോലുള്ള സാധനങ്ങൾ, അവർ കാറോ ജീപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ വാങ്ങിയിട്ടുണ്ടാകും. ഇതൊക്കെ ബന്ധപ്പെട്ട് ഇവർക്ക് ചില മാസം അടച്ചു തീർക്കേണ്ട EMIകൾ, ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ, ഇങ്ങനെയുള്ള പലതും ഉണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കൽ പോലും വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയായിട്ട് ഒരു ഷെയർ ചെയ്യാറില്ല.
പൊതുവേ പറയുമ്പോൾ ഇത്ര സാലറിയുടെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടില്ല, ഇൻകം ഇത്ര ഉണ്ട് എന്നുള്ളതൊക്കെ പറയുന്നതല്ലാതെ ഇത് ലൈഫിലേക്ക് വരുമ്പോൾ എനിക്ക് നീയും ഞാനും കൂടെ ഒന്നിച്ചുള്ള ലൈഫിലേക്ക് നമുക്ക് മാറ്റി വെക്കാൻ ഇത്ര രൂപയുണ്ടെന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഒരു വിവാഹത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇവർ തമ്മിൽ ഷെയർ ചെയ്യാറില്ല എന്നുള്ളതാണ്. അതിന് ഞാനൊരു ഉദാഹരണം പറയാം ഇവിടെ. എന്തെന്ന് വെച്ചാൽ ഒരാള് വിവാഹം കഴിക്കുന്നതിന് വർഷങ്ങളായിട്ട് അയ്യോ എൻ്റെ മോന് വിവാഹാലോചന നോക്കുന്നു, എങ്ങനെ എൻ്റെ മോന് പ്രായം കഴിഞ്ഞു പോകുന്നു, പെട്ടെന്നൊന്ന് വിവാഹം നടന്ന് കിട്ടണം, ഒന്നും നടക്കുന്നില്ല. പിന്നെയാണ് ആൺകുട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് പോകണമല്ലോ. പോയപ്പം വിദ്യാഭ്യാസം വന്നപ്പോൾ വിദ്യാഭ്യാസം കുറവ്. നോർമലി എന്തുകൊണ്ട് നടക്കുന്നില്ല, മെയിൻ കാരണം വിദ്യാഭ്യാസം കുറവ്. പിന്നെ ജോലി എടുത്ത് ചോദിക്കുമ്പം പുറത്തൊക്കെ ആണെങ്കിലും ഇവിടെ നാട്ടിൽ സാധാരണ നോർമലി നമ്മളെ കൂലിപ്പണി എന്ന് പറയാൻ പറ്റേ വെൽഡിങ് അങ്ങനെയല്ലേ, ഒന്നും ഞാൻ കുറച്ച് പറയുന്നില്ല ആ ഒരു ജോലി. പക്ഷേ എന്നിരുന്നാലും അമ്മേനെ സംബന്ധിച്ച് പുറത്താണ് മോൻ, +2 വിദ്യാഭ്യാസം ഉണ്ട്. അമ്മയുടെ മകൻ്റെ കാര്യത്തിൽ അത് എൻ്റെ മകൻ ആലോചന നോക്കുന്നു, പക്ഷെ നല്ല ആലോചനകളൊന്നും വരുന്നില്ല. അമ്മമാരെ സംബന്ധിച്ചിട്ട് അതൊന്നുമില്ല. മോന് 30-31 വയസ്സായി, കല്യാണം നടക്കണം, ആലോചന നോക്കുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവന് ജീവിക്കാനുള്ള എല്ലാ വീടുണ്ട്, സ്ഥലമുണ്ട്, എല്ലാം ഉണ്ട്, ഒരു ആലോചന മാത്രം റെഡിയായ. അങ്ങനെയൊക്കെ ഇതൊക്കെ പറഞ്ഞു. ഇപ്പോഴത്തെ കാലത്ത് അറിയാലോ, ഒരു ചുറ്റുപാടും അവർ പുറത്തിറങ്ങുമ്പോൾ അവരെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഇത്രയും വർഷമായിട്ട് നടക്കുന്നു, ആൺകുട്ടി അങ്ങനെ കുഴപ്പമില്ല എന്ന് പറയും. പിന്നെ ചിലർ ഇപ്പോഴത്തെ കാലത്ത് ചിന്തിക്കും, ഈ അമ്മയുടെ കരച്ചിൽ തന്നെ കണ്ടിട്ട് നാട്ടുകാർ വിചാരിക്കും, ഓ എങ്ങനെയെങ്കിലും ആ പയ്യന്ന് കല്യാണം കഴിച്ചു പോയാൽ മതിയെന്ന് ചിന്തിച്ച് ആരെങ്കിലും പെൺകുട്ടിയുടെ സാധാരണ വീട്ടുകാരാണെങ്കിൽ ആ ശരി നടന്നു പോട്ടെ എന്ന് വിചാരിച്ച് ആണെങ്കിൽ അമ്മയുടെ ശരി കരച്ചിലും ഒന്നും കാണണ്ടല്ലോ, അവരൊന്നും അധികം കുറ്റം പറയില്ല, ചിലരുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെയും ആ നാട്ടുകാരെ അവരെ സഹായിക്കും. കാരണം അതിന് ഉദാഹരണ സഹിതം അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അന്വേഷിച്ചപ്പോൾ മുന്നേ അറിയാൻ പറ്റാത്തത്. കാരണം ആൾക്ക് അത്യാവശ്യം മദ്യപാനശീലമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അന്വേഷിച്ച ടൈമിന് ആരും ഇതൊന്നും പറഞ്ഞു കൊടുത്തില്ല. ഇത് കഴിഞ്ഞിട്ട് ജോലിയുണ്ട് ഇതെല്ലാം ആണെന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന കണക്ക് പ്രശ്നങ്ങൾ. ബാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ബാധ്യതകളേ ഉള്ളൂ, മദ്യപാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മദ്യപാനേ ഉള്ളൂ. പറയും എന്തൊക്കെ മകന് വിവാഹപ്രായമായി, മകനെ അങ്ങ് വിവാഹം കഴിപ്പിക്കണം. പക്ഷെ ആ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്ന പെൺകുട്ടി അവർ ആ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പോലും ആ അമ്മേനെ സംബന്ധിച്ചിട്ട് ചിന്തിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു ചുറ്റുപാടി ആ ആൺകുട്ടി വളർന്നുകൊണ്ട് തന്നെ ആൺകുട്ടിക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചു. അല്ല, ആൺകുട്ടീനെ സംബന്ധിച്ച് അമ്മ പറയുന്നു കല്യാണം കഴിക്കാൻ പറയുന്നു, പിന്നെ പെൺകുട്ടിയുടെ അടുത്തുള്ള പെൺകുട്ടികളെ വിവാഹ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ആൺകുട്ടീനെ സംബന്ധിച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന, ജോലി ഉണ്ടെങ്കിലും ഇല്ലേലും ഒന്നും എന്തൊക്കെയാണേലും അവനൊരാഗ്രഹമാണ് ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് വരിക എന്നുള്ളത്. അവൻ വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ അമ്മയ്ക്ക് അറിയായിരുന്നു, അല്ലെ എന്റെ മോൻ ഇങ്ങനെയാണ്, അവന്റെ ശീലങ്ങളിൽ ഒരു പക്ഷേ അമ്മ ചിന്തിച്ചു ഒരു കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ എന്റെ മോൻ നന്നായാലോ എന്ന് അമ്മ അവിടെ ഒരു പരീക്ഷണം നടത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിക്കും. അപ്പൊ ആ അമ്മമാര് ചെയ്യുന്നത് ശരിയാണോ? ശരിയായിട്ടുള്ള കാര്യമല്ല. ഇപ്പൊ ആ പെൺകുട്ടിയുടെ അമ്മ ആഗ്രഹിക്കുന്നത് എന്താണ്, എന്റെ മോക്ക് ഒരു 500 രൂപയെങ്കിലും അവർക്ക് ഇത്രയ്ക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ കാണുമല്ലോ, അതെങ്കിലും വായിക്കാൻ ഒരു 500 രൂപയെങ്കിലും എടുത്ത് കൊടുത്തൂടെ? പല കാരണങ്ങളും ഉണ്ടായിരിക്കും അവരുടെ ജീവിതത്തിൽ, എന്നിരുന്നാലും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അതാണ് പറയണേ, ഈ പറയുന്ന പയ്യന് കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം, അതായത് വിവാഹ ജീവിതത്തിലേക്ക് നീ പോകണമെന്നുണ്ടെങ്കിൽ നിനക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ നിനക്ക് ഇപ്പൊ എന്താണ് അവന്റെ ജീവിതം നരകമല്ലേ? കാരണം പെൺകുട്ടിയായിട്ടുള്ള പ്രശ്നം, പെൺകുട്ടിയുടെ വീട്ടുകാർ ഇതിനെ പ്രഷർ ഏൽക്കുന്നുണ്ട്, സ്വന്തം വീട്ടിലുള്ള ആളുകൾ പറയുന്നുണ്ട് നീ നല്ലതായിട്ട് ജീവിക്കണം എന്നുള്ളത്, അല്ലെ? ഇപ്പം ഇതെല്ലാം കൂടെ കൂടി അവന് സ്വന്തമായിട്ട് ലൈഫ് എൻജോയ് ചെയ്യണമെങ്കിൽ അവൻ അങ്ങനെ ചെയ്താൽ പോരെ. അതല്ല ഒരു പെൺകുട്ടീനെ കൂടെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ട് ആ പെൺകുട്ടിയുടെ ജീവിതവും കൂടെ നശിപ്പിച്ചുകൊണ്ട് അവൻ ജീവിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ? അതായത് എനിക്ക് തോന്നിയ കാര്യമാണ്, അവിടെ അമ്മയ്ക്കാണ് തോന്നിയത് മോന് കല്യാണം കഴിക്കണം, പ്രായമായി കല്യാണം കഴിപ്പിച്ച്. കാരണം അച്ഛൻ മരണപ്പെട്ടു, ഇനി ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ മോൻ ആരുണ്ട്, അതുകൊണ്ട് മോനെ അങ്ങ് കെട്ടിച്ചു വിടാം. എന്നാൽ മോന് ബോധ്യമുണ്ട് എൻ്റെ സാഹചര്യം ഇതൊക്കെയാണ്, ഞാനിപ്പോൾ കല്യാണം കഴിച്ചിട്ട് കാര്യമില്ല, അത്രയ്ക്ക് അങ്ങോട്ട് മോന് നിർബന്ധമില്ലായിരുന്നു. ഒരുപക്ഷെ ആ ഒരു ആൺകുട്ടിക്ക് കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ, ആ പ്രായം കൊണ്ടൊന്നും ആളൊന്നും നേടിയിട്ടില്ല, എന്തെങ്കിലുമൊക്കെ നേടി. അല്ല, എന്നാലും ഇത്രയും സാമ്പത്തിക ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാള് വിവാഹ ജീവിതത്തിലേക്ക് പോയിട്ട് പിന്നെ അവരെങ്ങനെ ജീവിക്കാന്ന് അവർ വിചാരിക്കുന്നു? അതാണ് പ്രശ്നം. അവരെ സഹായിക്കുക, അവിടെയാണ് ഈ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്. അതെ, ഇപ്പൊ തന്നെ അത് പ്രശ്നമായത് എന്താണ്? കാരണം പെൺകുട്ടി പ്രതീക്ഷിക്കുന്ന പോലെ ഒരു കാര്യങ്ങളും അവളുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിന്നിരുന്ന സമയത്ത് നടക്കുന്ന ഒരു ബേസിക് കാര്യങ്ങൾ പോലും ഈ സമയത്ത് അവൾക്ക് നടന്നു പോകുന്നില്ല. ഹസ്ബൻഡ് കാരണം അവള് സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്ന ആളല്ലേ,
അപ്പം മറ്റുള്ളവരൊക്കെ ജീവിക്കുന്നത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവൾക്കത് കൊതിയാവും. സോ അത് നടക്കാതെ വരുമ്പോൾ അവൾ ആ എക്സ്പെക്ടേഷന് വേണ്ടിയിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും സ്വാഭാവികമായിട്ട്. അതേസമയം ചെറുക്കന് ഈ പറയുന്ന ബാധ്യതകളും മറ്റു കാര്യങ്ങളാണെങ്കിൽ അവൾക്ക് ഈ പെൺകുട്ടിയുടെ ഒപ്പം ജീവിക്കണമെന്ന് വിചാരിച്ചാൽ പോലും അവന് പറ്റത്തില്ല. കാരണം എന്താണ്, അവനതിനുള്ള സാഹചര്യമില്ല. കാരണം അവന് വീട്ടിലെ കാര്യം നടത്തുമോ അതേ പുറത്തുള്ള ആളുകൾ കടം വാങ്ങിയിട്ടോ ബാധ്യതകൾക്ക് വേണ്ടിയിട്ട് പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അവനത് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. സ്വാഭാവികമായിട്ടും കുടുംബജീവിതം എന്ന് പറയുന്നത് നരകതുല്യമായി മാറുക. വീണ്ടും അവിടെ ഒന്നേന്ന് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്ത് എന്റെ ഭർത്താവിന് ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്, അവര് തമ്മില് വീട്ടിലെ മാതാപിതാക്കളും അല്ല സ്വന്തം ഭാര്യ അവരൊരു കുടുംബം തുടങ്ങി കഴിഞ്ഞു. ഇനി അവര് കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് ഭാര്യയും ഭർത്താവും കൂടെ കൂടിയിട്ടാണ്. അല്ലാതെ വീണ്ടും അമ്മയും സഹോദരങ്ങളും കൂടിയിട്ടല്ല പ്ലാൻ ചെയ്യേണ്ടത്. ആ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയായിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് നിന്ന് ഇതെല്ലാം ക്ലിയർ ചെയ്യാം മതി. ഉറപ്പായിട്ടും തീർച്ചയായും കറക്റ്റ് ഒരു പോയിന്റ്. പക്ഷേ ഈ ഒരു നമുക്ക് പുറമേ കേൾക്കുമ്പോൾ ഇത് വളരെ ചെറിയൊരു കാര്യമായിട്ട് തോന്നുമെങ്കിലും ഇപ്പം നിലവിൽ പോലും ഈ ഒരു കാര്യത്തിന് ഇങ്ങനെ ചിന്തിക്കാനായിട്ട് പറ്റത്തില്ല. ഇവിടെ ആരൊക്കെ കളിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുക്കൻ്റെ വീട്ടുകാർ കയറി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടും, പെണ്ണിൻ്റെ വീട്ടുകാരും ഇടപെടും. ഈ പറയുന്ന ബാധ്യത തീർത്ത് ഈ വിവാഹം കഴിച്ച പെൺകുട്ടീനെയും കൃത്യമായി നോക്കി പെൺകുട്ടിക്ക് വേണേൽ ജോലി വാങ്ങിക്കൊടുത്ത് കാര്യങ്ങൾ കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ പയ്യന് മാറാനുള്ള സാഹചര്യം ഉണ്ട്. ആ പെണ്ണും ചെറുക്കനും മാത്രം തീരുമാനം എടുത്താൽ. പക്ഷെ ഇവിടെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പറയുന്ന അമ്മ അതിനകത്ത് എല്ലാത്തിനകത്തും ഓരോന്നിലും ഇടപെട്ടുകൊണ്ട് രണ്ടുപേരുടെയും പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും മാതാപിതാക്കളെ കയറി ഇടപെടും. പെൺകുട്ടിയുടെ വീട്ടുകാര് ചെറുക്കനെതിരായിട്ട് അവരുടെ വീട്ടുകാരെതിരായിട്ടും പറയും, ചെറുക്കൻ്റെ വീട്ടുകാര് പെണ്ണിനെതിരായിട്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിങ്ങനെ പറയുമ്പോൾ ഇവരുടെ ലൈഫ്, രണ്ടുപേരുടെ ലൈഫ് നശിച്ച് പൊക്കോണ്ടേയിരിക്കും. ഒരു സമയത്ത് എത്തുമ്പോൾ ചിലപ്പോൾ രണ്ടുപേർക്കും തോന്നും വേണ്ട, പറ്റത്തില്ല എന്നുള്ളത് തോന്നും. യഥാർത്ഥത്തിൽ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള കൺസൾട്ടേഷൻ കൊടുത്തിട്ട് ഇവർക്ക് രണ്ടുപേർക്കും മാറി എന്ത് സാഹചര്യം ആയിക്കോട്ടെ, എത്ര പട്ടിണി വരുന്ന സാഹചര്യത്തിലും ആയിക്കോട്ടെ, മാറി നിന്ന് സ്വന്തം നിലയിൽ രണ്ടുപേരും കൂടി തീരുമാനിച്ചാൽ ഇന്നിവിടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമല്ലേ ഉള്ളൂ. പറ്റുന്ന സാഹചര്യമാണ്. വേണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി വീട്ടിൽ വെറുതെ നിൽക്കുന്നു, ഭർത്താവ് പുറത്താണ്, ആ വീട്ടിൽ വെറുതെ നിൽക്കുന്ന സമയത്ത് മിനിമം വിദ്യാഭ്യാസം ഉണ്ട്, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യാം, ഒരു വരുമാനം കണ്ടെത്താം, സ്വന്തം ഭർത്താവ് തന്നെ തന്നിട്ട് ജീവിക്കണം എന്നൊന്നും നിർബന്ധമില്ല. അത് തരുമ്പോൾ അവിടെ ഒരു സന്തോഷം, അവർക്കൊരു സ്നേഹം, എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടിയിട്ട് തന്നെ. അതൊരു 500, 1000, 5000, 10000 ആവണമെന്നില്ല, ഒരു 100 രൂപ കൊടുത്താൽ മതി. 100 രൂപ ഒരു മാസം കൊടുത്തിരുന്നാലും ആ ഒരു പങ്കാളിനെ സംബന്ധിച്ചിട്ട് അവര് സന്തോഷമാണ്. അല്ലെങ്കിൽ സ്നേഹം, കരുതലോടെ കുറച്ച് സംസാരം മതി, എല്ലാം ഇത് ചെയ്തു പോകും. അപ്പൊ പരസ്പരം അവർ ഒരുമിച്ച് നിന്ന് അവരുടെ പ്രശ്നങ്ങളെ ക്ലിയർ ചെയ്യാൻ നോക്കും. ഇതൊരു ചെറിയ പോയിന്റ് അല്ലോ, ഇതൊക്കെ ഓരോരുത്തരും പുരുഷന്മാരൊക്കെ ആണെങ്കിലും നമ്മളിപ്പോൾ വിചാരിക്കും, ഈവൻ ഞാൻ തന്നെ എൻ്റെ ലൈഫ് വിചാരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടോ, കാരണം എൻ്റെ വൈഫ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഞാനായിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ നമ്മളങ്ങനെ കൊടുക്കുമ്പം സ്ത്രീകളെ സംബന്ധിച്ച് അത് ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കുന്നുണ്ടെന്നുള്ളതാണ്. ഞാനതൊക്കെ വളരെ ലേറ്റ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. പക്ഷെ ലൈഫിൽ അത് വലിയ ഇമ്പാക്റ്റുകളാണ്. ചെറിയ കാര്യമാണെങ്കിലും വലിയ ഇമ്പാക്റ്റുകളാണ്. നമുക്ക് കിട്ടുന്ന സപ്പോർട്ടുകൾ ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇപ്പം ഈ പയ്യൻ്റെ കേസിലാണെങ്കിൽ പോലും ഇവർക്ക് കൃത്യമായിട്ടുള്ള കൺസൾട്ടേഷൻ കൊടുത്ത് ഒരു ഗൈഡൻസ് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവർക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ പറ്റുന്നതല്ലേ ഉള്ളൂ, അല്ലേ? അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എക്സ്പേർട്ട് ആയിട്ടുള്ള മാച്ച് മേക്കേഴ്സിൻ്റെ പോലുള്ള ഗൈഡൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് കരകയറാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിനു മുമ്പ് നമ്മൾ ആദ്യം ചർച്ച ചെയ്ത ആ ഒരു പയ്യൻ്റെ കേസിലും ആ പെൺകുട്ടിയുടെ, അതായത് സിസ്റ്ററും ബ്രദറിൻ്റെ കേസിലും ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് അവർക്ക് കിട്ടി. ആ ഗൈഡൻസ് അനുസരിച്ച് അവർ റിയാലിറ്റികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് അവർ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉടനെ വിവാഹം നടത്താവുന്നതാണ്. കാരണം ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട്, അവരവർക്ക് ഒരു വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് ആ ഒരു ലെവലിൽ നിന്നുണ്ട് എൻ്റെ ഒരു പാർട്ട്ണറിനും ഈ ഒരു വിദ്യാഭ്യാസം വേണം, വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഓക്കെ. അത് ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാം. അവര് പരസ്പരം ഒരു ആലോചന വരുമ്പോൾ പരസ്പരം അവരൊന്ന് സംസാരിക്കാൻ തയ്യാറായി. പെൺകുട്ടി ആൺകുട്ടി വിവാഹം കഴിക്കുന്നവർ മാത്രം ഒന്ന് സംസാരിച്ചു നോക്കുക, പിന്നെ ബാക്കി അന്വേഷണങ്ങളായിട്ട് ഓക്കെ ആണെങ്കിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതാരും ചെയ്യുന്നില്ല. ചെയ്യുന്നവർക്ക് പെട്ടെന്ന് വിവാഹം നടക്കും. അതാണ് ആ പ്ലാനിങ് ഇല്ലായ്മ തന്നെയാണ് ഇതിന്. അതായത് നേരത്തെ തൊട്ടുള്ള പ്ലാനിങ് കൃത്യമായിട്ടില്ല, വിവാഹത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഇല്ലാത്തത് തന്നെയാണ് ഇതിനകത്തുള്ള. ഈ ഒരു ആൺകുട്ടിക്ക് പോലും ചുറ്റുപാടും ഇഷ്ടം പോലെ ആലോചനയുണ്ട്. 36 വയസ്സിന് താഴെ നോക്കുമ്പോൾ അവരുടെ സെയിം റിലീജിയനും കാസ്റ്റിനും ആലോചനകളുണ്ട്. കുറച്ച് കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഒട്ടനവധി തന്നെ ഈ 2025 തന്നെ അവരുടെ വിവാഹം നടക്കും. പക്ഷെ എന്താ പറയാ, കെട്ടുപാടുകൾക്കുള്ളിൽ കിടക്കുകയാണ്. അതാ പ്രശ്നം. പ്രമേയുഗം ജീവിതത്തിൽ നിന്ന് മാറി ചിന്തിക്കാനായിട്ട്, അല്ലെ? പ്രമേയുഗ സിനിമയിലെ കാണുന്ന പോലെ തന്നെ അവരവർ ശ്രമിച്ചിരുന്നാലും ശരി, അവര് അതിനകത്ത്
പിടിച്ചിട്ടേക്കുക, ചാത്തൻ പിടിച്ചിട്ടേക്കുക. ചാത്താൻ പിടിച്ചിട്ടേക്കുക. അതാ ഒരു പ്രശ്നം. കെട്ടുപാടുകൾ എത്രയും പെട്ടെന്ന് പൊട്ടിച്ചു പോവുക അവരവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട്, അത്രയേ ഉള്ളൂ പറയാം. വിവാഹാലോചന നോക്കുന്ന കാര്യത്തിൽ മാതാപിതാക്കൾ അഭിപ്രായം പറയണ്ട എന്നല്ല പറയുന്നത്, പറയാം. പക്ഷെ മക്കളുടെ ഭാവി കൂടെ ഓർത്തിട്ട് വേണം. ഓക്കെ, പ്രായം എല്ലാം മുന്നിൽ കണ്ടിട്ട് വേണം അവര് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ. ഇനിയും വൈകിക്കരുത്. അത് ഈ മാതാപിതാക്കൾക്ക് മാത്രമല്ല, മക്കൾക്കും മാത്രമല്ല, മറ്റുള്ളവർക്ക് വിവാഹാലോചന നോക്കുന്ന പ്രായം കൂടി എല്ലാവർക്കും ഈ ഒരു കാര്യം ബാധകമാണ്. മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ച് നല്ല പ്രായത്തിലെ കുഞ്ഞുങ്ങള്, പ്രത്യേകിച്ചും ഒരു ഏജിന് മുകളിലേക്ക് പ്രായം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും സ്വന്തം കാര്യങ്ങൾ സംസാരിക്കാനും അതിനു വേണ്ടിയിട്ട് അച്ഛനെയും അമ്മേനെ ഫ്രണ്ടിൽ നിർത്താതെ സ്വന്തമായിട്ട് ഇറങ്ങി കാര്യങ്ങൾ ചെയ്യാനായിട്ടും കൂടെ തയ്യാറാകണം. അതിലേക്ക് പോകുന്നതിന് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോകും. അതിനും ഒരു ഉദാഹരണമുണ്ട്. ഈ പ്രായം കാണാൻ അറിയാലോ, പ്രായം കൂടി ഇതേപോലെ തന്നെ ആൺകുട്ടിക്ക് ഒരു 41 വയസ്സായി. തൊട്ടടുത്ത ദിവസം വന്നൊരു കോള, ഭാര്യ മരണപ്പെട്ടു. എന്താണ് ഞാൻ വിചാരിച്ച ഡിവോഴ്സ് ആണെന്നാണ്. അവൻ ഭാര്യ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. ഒന്നും കൊണ്ടല്ല, വൈകിയാണ് വിവാഹം കഴിച്ചത്. പെൺകുട്ടിക്കും ഏകദേശം പ്രായം കൂടുതലായിരുന്നു. ഡെലിവറി ടൈമിന് മരണപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കി. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക എല്ലാരും. അത്രയാണ് എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ്. ആ 41ാമത്തെ ഏജില് അയാൾ കുട്ടികളുള്ള ഒരാളെ സെലക്ട് ചെയ്യുന്നതല്ലായിരുന്നോ നല്ലത്? അല്ലെ, ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും. പിന്നെ സ്വന്തം ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ നമ്മളോടൊപ്പം ഒരു പങ്കാളിയുണ്ട്, നമ്മുടെ ഭാര്യയാണ്, നമ്മളെ പോലെ ജീവനുള്ള ആള്. ജീവിതകാലം മുഴുവൻ നമ്മുടെ മരണം വരെ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് ആഗ്രഹിച്ച് അവരുടെ ആരോഗ്യസ്ഥിതി എല്ലാം ഒരു മുന്നേ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ആ കുഞ്ഞ് വേണ്ടായിരുന്നു, പക്ഷെ അവരുടെ ആഗ്രഹമാണ്, പറയാൻ പറ്റില്ല, പക്ഷെ പോയില്ലേ. അതാണ് ഇതൊക്കെ. ആണിനെ സംബന്ധിച്ചിട്ട് വീണ്ടും ഒരു വിവാഹം, പുരുഷന്മാരെ സംബന്ധിച്ച് അല്ല, അതാണെങ്കിൽ പോലും നമുക്ക് ആദ്യത്തെ വിവാഹത്തിൽ ഒരു കുഞ്ഞുണ്ടായി, ആ ഒരു അറ്റാച്ച്മെന്റ് കാര്യങ്ങളെല്ലാം മനസ്സിൽ കിടക്കൂല. എത്രയാണെങ്കിലും നമ്മുടെ ഒരു ലൈഫ് അങ്ങ് തീരുവല്ലേ. ഈ സമയം തൊട്ട് ഈ സമയം വരെ എത്തി, പിന്നെ ഇവിടുന്ന് ഇനി അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ആരും മാറാൻ തയ്യാറാവുന്നില്ല. ഇപ്പോഴും നമ്മുടെ ആ ഒരു ചുറ്റുവട്ടത്തും ഇക്കാര്യങ്ങളൊക്കെ നടന്നു. പ്രായം കൂടിപ്പോകുന്നുണ്ട്, വിദ്യാഭ്യാസം കുറഞ്ഞും ജോലി, പല കാരണങ്ങളായിരിക്കാം. പക്ഷേ ഒരു നല്ലൊരു വ്യക്തിയാണ്, എന്തൊക്കെയെന്ന് മനസ്സിലാക്കിയിട്ട് അധികം നീട്ടിക്കൊണ്ട് പോകാതെ എങ്ങനെയെങ്കിലും ഒരാളെ കണ്ടെത്തുക. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെയും പറയാനുള്ള ഒരു കാര്യം, ഒരിക്കലും ഈ ആൺകുട്ടികളുടെ വിദ്യാഭ്യാസമോ അവരുടെ ജോലിയോ കൊണ്ടൊന്നും അവരെ അളക്കാതെ, അവർ അത്യാവശ്യം കഴിവുള്ള ഒരു ആൺകുട്ടിയാണോ, നിലവിലത്തെ സാഹചര്യത്തിൽ ആലോചനയായിട്ട് വരുമ്പോൾ ആൺകുട്ടി ഇത്രയും വർഷങ്ങളായിട്ട് എങ്ങനെ ജീവിച്ചു പോകുന്നു, അയാൾക്ക് സ്വയം ജീവിക്കാനുള്ള ഒരു വരുമാനം കണ്ടെത്തുന്നുണ്ടോ, അയാൾ ആ കുടുംബത്തെ നോക്കുന്ന വ്യക്തിയാണോ, ഇനി മുന്നോട്ടൊരു പെൺകുട്ടി വന്നിരുന്നാലും ആ ആൺകുട്ടിക്ക് ആ ഒരു കുടുംബം കൊണ്ടുപോകാനുള്ള കഴിവുണ്ടോ എന്നുള്ള നോക്കിയിട്ട്, ഒരു കുടുംബമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, അതിന് വേണ്ടിയിട്ട് മാനസികമായിട്ടും ഫിനാൻഷ്യലി അല്ലാതെ എല്ലാ രീതിയിലും ഫിസിക്കലി എല്ലാം ഇയാൾ ഫിറ്റ് ആണോ എന്നുള്ളത് തന്നെ, അത് പെൺകുട്ടിയുടെ കേസിലാണെങ്കിലും ആൺകുട്ടിയുടെ കേസിലാണെങ്കിലും എല്ലാവരും തയ്യാറാവണം, ഒന്ന് മാറി ചിന്തിക്കാൻ തയ്യാറാവണം. അതോടൊപ്പം തന്നെ മാതാപിതാക്കളും മാറി ചിന്തിക്കണം. ഇതിനൊരു എന്താ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് പരസ്പരം നല്ല രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. അതിപ്പോ ഈ വിവാഹം കഴിക്കാൻ പോകുന്നവർ മാത്രമല്ല, ഈ ഓരോ കുടുംബത്തിലുള്ളവരും അവരുടെ കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് നടക്കണം. ഒരു വീട്ടിനകത്ത് തന്നെ എല്ലാവരും വന്ന് അവരവരുടെ റൂമുകൾ അടച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ എന്താണ് ഏതാണ്, അവർക്ക് പരസ്പരം മറ്റുള്ളവരെന്താണ്, മക്കളെന്തെന്ന് ഉള്ളവരും കാണും, ഇല്ലാത്തവരുടെ കാര്യത്തിലാണ് ഈ പറയുന്നത്. അതിനുള്ള സമയമില്ല അവർക്ക് പോലും. എൻ്റെ മോൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, മോളുടെ ഇഷ്ടങ്ങൾ എന്താണ്, അവൾ മുന്നോട്ട് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതൊന്നും അറിയത്തില്ല. ഇതെല്ലാം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ തന്നെയുണ്ട് അല്ലേ. പരസ്പരം ഫാമിലിയിലാണെങ്കിലും ഒരു പാർട്ണറെ കണ്ടെത്തുന്നത് തുടങ്ങി ഈ ഫാമിലിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും കൃത്യമായിട്ട് പഠിക്കാനുള്ള. മക്കൾക്ക് വിവാഹാലോചന നോക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ അത് വിദ്യാഭ്യാസം കുറഞ്ഞവരാകട്ടെ കൂടിയ എന്താകട്ടെ അവരുടെയൊക്കെ ചോദിക്കണം, എങ്ങനെയുള്ള ആളെയാണ് നോക്കേണ്ടത്. അല്ലെങ്കിൽ അതിനേക്കാൾ മുന്നേ ചോദിക്കേണ്ട ഒരു ചോദ്യം, നിനക്കിപ്പോ ഒരു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് നീ തയ്യാറാണോ, ഫിനാൻഷ്യലി എന്താണ് എല്ലാ കാര്യങ്ങളും ചോദിക്കണം. അതെ, ആ ക്വാളിഫിക്കേഷൻ കൃത്യമായിട്ട് ആ ക്വാളിഫൈ ആയിട്ടുണ്ട് ഒരു വിവാഹത്തിലേക്ക്, കൃത്യമായിട്ടുള്ള ഇതിലേക്ക് വിവാഹം കഴിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്വയം ചോദിച്ചുകൊണ്ട് വേണം വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചുകൊള്ളാൻ.
അപ്പൊ നാളെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പൊ ഉള്ള സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു വിവാഹമൊക്കെ കഴിച്ച് ഒരു കുടുംബമായിട്ട് എല്ലാവരും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ് കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്തതിന് ശേഷം. പ്രായം കൂടിയ ആളുകളോട് പറയാനുള്ള അതെ അതെ തീർച്ചയായിട്ടും.